ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നിൻ്റെ സുവിശേഷം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 25 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിലൂടെ മണവാളനെ എതിരേൽക്കുവാൻ കാത്തു നിൽക്കുന്ന കന്യകമാരുടെ ചിത്രം നമുക്ക് സഭമാതാവ് നൽകുകയാണ്. അതെ, 5 വിവേകമതികളായ കന്യകകളും 5 വിവേകരഹിതകളുമായ കന്യകകളും. ആചാരമനുസരിച്ച് മണവാളൻ വിവാഹത്തിനായി കടന്നു വരുമ്പോൾ വിളക്കുകളുമേന്തി എതിരേൽക്കേണ്ടവരാണവർ. എന്നാൽ വിവേകശൂന്യകൾ തങ്ങളുടെ കരങ്ങളിൽ വിളക്കുണ്ടായിരുന്നിട്ടും എണ്ണ കരുതാത്തതിനെ കുറിച്ച് ഉള്ളൊരു പരാമർശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വചനമാകുന്ന വിളക്ക് നമ്മുടെ കരങ്ങളിലുണ്ട്. ആ വിളക്കുകളിൽ എണ്ണ പകർന്ന്, ജീവസത്തയായ ആ എണ്ണ പകർന്ന് നമ്മളെപ്പോഴും കരുതലോടെ ഇരിക്കണം. എണ്ണ വറ്റാത്ത വിളക്കിന്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ട് മണവാളൻ ഏത് നിമിഷവും വന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ, അവന്റെ വിരുന്നിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുമ്പോൾ തത്രപ്പാച്ചിൽ കൂടാതെ അവനെ സ്വീകരിക്കുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറണം. ഈ ലോകത്തിൻ്റെതായ എല്ലാ ഭൗതിക സുഖങ്ങളും നേട്ടങ്ങളുമല്ല, മറിച്ച് അനശ്വരമായ ഭവനമാണ് നമുക്കായി അവൻ ഒരുക്കി വച്ചിരിക്കുക. ആകയാൽ ദിവ്യവിരുന്നാവുന്ന ആ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ആത്മീയ സത്ത ഉള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ട് അവനെ ആഘോഷപൂർവ്വം എതിരേൽക്കാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം ശ്രമിക്കുന്നത് പോലെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ഉടമയായ വിശുദ്ധ കുഞ്ഞാടിന്റെ ദിവ്യവിരുന്നിൽ പങ്കുകൊള്ളാൻ ശുദ്ധീകരിക്കപ്പെട്ട വെണ്മയേറിയ വസ്ത്രങ്ങളുമായി അവന്റെ വിരുന്നിൽ പങ്കുകൊള്ളാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ഉണർവ്, ശരീര മനസ്സ് വിശുദ്ധി അത് പൂർണ്ണമായി നമ്മൾ നിലനിർത്തപ്പെടട്ടെ. അവിടെ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഏവർക്കും നേരുന്നു. ആമേൻ.